നമസ്കാരം. ഐട്യൂട്ടറിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൃത്തങ്ങൾ എന്ന അധ്യായമാണ് ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ മറ്റു ചില ചോദ്യങ്ങൾ നോക്കാം. ചിത്രത്തിൽ എ ബി അർദ്ധവൃത്തത്തിൻ്റെ വ്യാസമാണ്. എ ബി ലംബം പി സി, പി സി സമം 6 സെൻറ്റിമീറ്റർ, പി ബി സമം 3 സെൻറ്റിമീറ്റർ. അർദ്ധവൃത്തത്തിൻ്റെ ആരം കണക്കാക്കുക. ഇൻ ദി ഫിഗർ എ ബി ഈസ് ദി ഡയമീറ്റർ ഓഫ് ദി സെമിസർക്കിൾ. എ ബി perpendicular to PC, PC is equal to 6 centimeter, PB is equal to 3 centimeter. Find the radius of the semicircle. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് എ ബി അർദ്ധവൃത്തത്തിൻ്റെ വ്യാസവും സി പി ലംബം എ ബിയുമാണെങ്കിൽ എ പി ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ. എ പി ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ. എ ബി സെമി സർക്കിളിൻ്റെ ഡയമീറ്ററും പി സി എ ബിക്ക് പെർപെൻഡിക്കുലറുമാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പി ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. That is AP into PB is equal to PC square. And given PC is equal to 6, PB is equal to 3 centimeter. That is AP നമുക്ക് അറിയില്ല. അപ്പോൾ AP into PB 3 centimeter is equal to PC square. PC 6. അപ്പോൾ PC square 6 സ്ക്വയർ. അപ്പോൾ എ പി ഇൻറ്റു പി ബി സീക്വൽ ടു പി സി സ്ക്വയർ. അപ്പോൾ ഈ ഫിഗർ കാണുമ്പോൾ ഇത് ഓർമ്മ വരണം. എ പി ഇൻറ്റു പി ബി സീക്വൽ ടു പി സി സ്ക്വയർ. ഇതിൽ നമ്മൾ അർദ്ധവൃത്തത്തിൻ്റെ ആരം കാണാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? എ ബി എന്ന് പറയുന്നത് അർദ്ധവൃത്തത്തിൻ്റെ വ്യാസമാണല്ലോ. അപ്പോൾ ആദ്യം വ്യാസം കണ്ടുപിടിക്കുക. വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം. അപ്പോൾ ആദ്യം നമ്മൾ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ കണ്ടെത്തുക. എന്നിട്ട് അതിൻ്റെ ഹാഫ് എടുത്ത് എന്തായി? റേഡിയസ് ആയി. അത് നമുക്ക് ഇതിൽ നിന്ന് എ പി നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തുക. നമുക്കറിയാം, ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാകും, എ പി പ്ലസ് പി ബി ഈക്വൽ ടു എ ബി. എ ബി ഈസ് ദി ഡയമീറ്റർ ഓഫ് ദി സെമി സർക്കിൾ. അതായത് എ ബി അർദ്ധവൃത്തത്തിൻ്റെ വ്യാസമാണ്. അപ്പോൾ എ പി ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ട് എ പി പ്ലസ് പി ബി ചെയ്താൽ എന്തായി? അർദ്ധവൃത്തത്തിൻ്റെ വ്യാസമായി. അതിൻ്റെ പകുതി എടുത്ത് എന്തായി? അർദ്ധവൃത്തത്തിൻ്റെ ആരമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എ ബി കണ്ടത് എ പി ഇതിൽ നിന്ന് കാണുന്നു. അപ്പോൾ എ പി ഇൻറ്റു 3 സമം 6 സ്ക്വയർ. അതുകൊണ്ട് എ പി ഈക്വൽ ടു 6 സ്ക്വയർ 36/3 ഇൻറ്റു 3 അപ്പുറം പോയ ബൈ 3 ആയി. അതായത് എ പി സമം 12 3 36. അപ്പോൾ എ പി 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്നതാണ് അർദ്ധവൃത്തത്തിൻ്റെ വ്യാസം, അതായത് ഡയമീറ്റർ ഓഫ് ദി സെമി സർക്കിൾ. അപ്പോൾ ഡയമീറ്റർ കിട്ടിയാൽ അതിൻ്റെ പകുതി എടുത്ത് എന്തായി? നമുക്ക് റേഡിയസ് ആയി. അപ്പോൾ നമ്മൾ ഡയമീറ്റർ എ ബി കാണുന്നു. ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, എ ബി എന്ന് പറയുന്നത് എ പി പ്ലസ് പി ബി. എ പി സീക്വൽ ടു എ ബി സീക്വൽ ടു എ പി പ്ലസ് പി ബി. അതിൽ എ പി എത്രയാണ് നമ്മൾ കണ്ടെത്തി? 12 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ ആണ്. പി ബി തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ എ പി 12, പി ബി 3, 12 3 15 സെൻറ്റിമീറ്റർ ആണ് എ ബി. എ ബി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു ഡയമീറ്റർ ഓഫ് ദി സെമി സർക്കിൾ, അതായത് അർദ്ധവൃത്തത്തിൻ്റെ വ്യാസമാണ്. അപ്പോൾ ഇത് വ്യാസമാണ്. അപ്പോൾ ആരെ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പകുതി എടുക്കുന്നു. അതുകൊണ്ട് അർദ്ധവൃത്തത്തിൻ്റെ ആരം, റേഡിയസ് ഓഫ് ദി സെമി സർക്കിൾ ഈസ് ഈക്വൽ ടു 15/2 ഈസ് ഈക്വൽ ടു 7.5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകും. ചിത്രത്തിൽ O വൃത്ത കേന്ദ്രമാണ്. കോൺ ഒ എ സി സമം 30 ഡിഗ്രി, കോൺ എ ഡി ബി സമം 120 ഡിഗ്രി ആയാൽ കോൺ എ സി ബി എത്ര? കോൺ എ ഒ ബി എത്ര? ത്രികോണം എ ബി സി സമഭുജ ത്രികോണമാണെന്ന് തെളിയിക്കുക. അതായത് ഇൻ ദി ഫിഗർ O is the center of the circle, angle
OAC is equal to 30 degree, angle ADB is equal to 120 degree. Find angle ACB, angle AOB, and prove that triangle ABC is equilateral. അപ്പോൾ ഇവിടെ നമ്മോട് കാണാൻ പറഞ്ഞ ACB എന്ന ഈ കോണാണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ചിത്രം, ഒരു ഫിഗർ ഇതിൽ ഈ വൃത്തത്തിൽ ഈ ചതുർഭുജത്തിൻ്റെ എല്ലാ മൂലകളും ഈ വൃത്തത്തിലാണല്ലോ. A വൃത്തത്തിലാണ്, D വൃത്തത്തിലാണ്, B വൃത്തത്തിലാണ്, C വൃത്തത്തിലാണ്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു ചതുർഭുജത്തിൻ്റെ എല്ലാ മൂലകളും ഒരു വൃത്തത്തിലാണെങ്കിൽ ആ ചതുർഭുജത്തെ എന്താ പറയുക? ചക്രീയ ചതുർഭുജം എന്ന് പറയും. If all the vertices of a quadrilateral are on a circle, then that quadrilateral is called cyclic quadrilateral. ഇത് സൈക്ലിക് ആണ്. നമുക്കറിയാം the opposite angles of a cyclic quadrilateral are supplementary. അതായത് ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ അനുപൂരകങ്ങളാണ്. അപ്പോൾ നമ്മോട് കാണാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ കോണാണ്. അപ്പോൾ ഇവിടെ ആംഗിൾ ADBയും ആംഗിൾ ACBയും ചക്രീയ ചതുർഭുജം ADBCയുടെ എതിർകോണുകളായതിനാൽ അത് അനുപൂരകങ്ങളാണ്. അപ്പോൾ എയുടെ ഉത്തരം ആംഗിൾ ACB. ആംഗിൾ ACB is equal to കോൺ ACB സമം 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി സമം 60 ഡിഗ്രി. ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ അനുപൂരകങ്ങളായതിനാൽ കോൺ ACB എന്ന് പറയുന്നത് കോൺ AD 180 നിന്നും കോൺ ADB മൈനസ് ചെയ്യുന്നതാണ് 60 ഡിഗ്രി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ B ആണ് നമ്മൾ പറഞ്ഞത്. എന്താ പറഞ്ഞത്? കോൺ AOB ആണ്. AOB എന്ന കോണാണ് ഇവിടെ കാണാൻ ആവശ്യപ്പെട്ട ആംഗിൾ AOB. ദിസ് ആംഗിൾ AOB. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 60 ഡിഗ്രി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. 60 ഡിഗ്രിയാണ് ACB, 60 ഡിഗ്രിയാണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ AOB എന്ന കോണാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ADB എന്ന ചാപം അതിൻ്റെ മറുചാപത്തിലെ C എന്ന ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണാണ് കോൺ ACB. നമുക്കറിയാം ഏത് ചാപമാണോ കോൺ ഉണ്ടാക്കുന്നത് ആ ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. നമുക്കിവിടെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് തന്നത്. അപ്പൊ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണ് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ ഇരട്ടി. അപ്പൊ ഇത് 60 ആണെങ്കിൽ ഇത് എത്ര തന്നെ? 2 × 60 120 തന്നെയാണ്. അതായത് ഒരു ആർക്ക്, അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ മെയ്ഡ് ചെയ്യുന്ന ആംഗിള് സെൻട്രൽ മെയ്ഡ് ചെയ്യുന്ന ആംഗിളിന്റെ ഹാഫാണ്. തിരിച്ചു പറഞ്ഞാൽ സെൻട്രൽ മെയ്ഡ് ചെയ്യുന്ന ആംഗിള് ഓൾട്ടർനേറ്റ് ആർക്കിൽ മെയ്ഡ് ചെയ്യുന്ന ആംഗിളിന്റെ ഡബിൾ. അപ്പൊ നമ്മൾ ആംഗിൾ AOB എന്ന് പറയുന്നത് 2 × ആംഗിൾ ACB. ദാറ്റ് ഈസ് 2 × കോൺ ACB സമം 2 × 60 ഡിഗ്രി സമം എത്ര ഡിഗ്രി? 120 ഡിഗ്രി. അപ്പൊ ഈ കോൺ കിട്ടിക്കഴിഞ്ഞു നമ്മൾക്ക്. ഇത് 120 ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? ABC എന്ന ത്രികോണം. അതാണ് ABC എന്ന ഈ ട്രയാങ്കിൾ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. ABC എന്ന ഈ ട്രയാങ്കിൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. നമുക്കറിയാം ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ആൾ ദി സൈഡ്സ് ഈക്വൽ, ഈച്ച് ആംഗിൾ ഈസ് 60 ഡിഗ്രി. അതായത് സമഭുജ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്, എല്ലാ കോണുകളും തുല്യമാണ്, ഓരോന്നും 60 ഡിഗ്രി വീതമാണ്. അപ്പോൾ ഒരു ത്രികോണം സമഭുജ ത്രികോണം തെളിയിക്കാൻ പറഞ്ഞാൽ നമ്മൾ അതിന്റെ കോണുകളൊക്കെ 60 ഡിഗ്രി ഞാൻ തെളിയിച്ചാൽ മതി. അതിന് നമുക്ക് ഇനി ഈ കോണ് നമുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ACB 60 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോണും മൊത്തം 60 പ്രൂവ് ചെയ്താൽ മതിയല്ലോ, 60 കിട്ടിയാൽ മതിയല്ലോ. അതിന് നമ്മൾ ഇവിടെ നോക്ക്, നിങ്ങൾ AOB എന്ന ത്രികോണം കണ്ടോ? ഈ ത്രികോണം AOB. ഈ AOB എന്ന ത്രികോണത്തിൽ OA എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും ആരങ്ങളാണ്. ഒരു വൃത്തത്തിലെ ആരങ്ങളെല്ലാം തുല്യമാണ്. അപ്പോൾ ഈ ത്രികോണം AOB എന്ന ത്രികോണം അപ്പോൾ ഒരു സമപാർശ്വ ത്രികോണമാണ്. അതായത് ഇൻ ട്രയാങ്കിൾ AOB OA is equal to OB. എന്താ റീസൺ? എന്താ? റേഡി ഓഫ് ദി സർക്കിൾ. അപ്പോൾ OA is equal to OB. നമുക്കറിയാം. പിന്നെ ഒരു ഇൻ എ ട്രയാങ്കിൾ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അതായത് ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിളും ഈക്വലാണ്. അപ്പൊ ഇതും റേഡിയസ് ആയതുകൊണ്ട് ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ്, ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിളായ ഇതും ഈ ആംഗിളും ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആയ ഈ ആംഗിളും ഈക്വൽ ആണ്. പിന്നെ നമുക്കറിയാം ഒരു ട്രയാങ്കിൾ മൊത്തം 180 സം ഓഫ് ദി ആംഗിൾസ്. അതിൽ 120 ആകുമ്പോൾ 2 60 ആയിരിക്കല്ലോ. അപ്പൊ അത് ഈക്വൽ ആകുമ്പോൾ ഓരോന്നും 30 ഡിഗ്രി വീതമാണ്. അതായത് AOB എന്ന ത്രികോണത്തിൽ OA സമം OB ആണ്. കാരണം എന്താണ്? ആരങ്ങളാണ്.
അപ്പോൾ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായതിനാൽ കോൺ ഒ എ ബി എന്ന് പറഞ്ഞാലും കോൺ ഒ ബി എ എന്ന് പറഞ്ഞാൽ രണ്ട് കോണുകൾ ഒരേ കോണ് ഈക്വൽ കോണുകളാണ്. അപ്പോൾ ഒരു ത്രികോണത്തിൽ മൊത്തം 180 ഡിഗ്രിയാണ് നമുക്കറിയാം. അപ്പോൾ ഇത് 120 ആണ്, ഇത് രണ്ടും കൂടി 60 ആയിരിക്കില്ല. അപ്പോൾ ഓരോന്നും അതിന്റെ പകുതി വീതമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചെറിയ കോണ് ഒ എ ബി എന്ന ഈ കോണ് കാണുക, ഒ ബി എ എന്ന ഈ ആംഗിളും കാണുക, ഈ കോണും കാണുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ സി ആണ്. ത്രികോണം എ ബി സി സമഭുജ ത്രികോണമാണ് തെളിയിക്കാനാണ് പറഞ്ഞത്. അപ്പോ ത്രികോണം എ ഒ ബിയിൽ കോൺ ഒ എ ബി സമം കോൺ ഒ ബി എ സമം മൊത്തം 180 ആണ്. 180 ഡിഗ്രിന്ന് 120 ഡിഗ്രി കുറച്ചത് രണ്ടും കൂടി, അപ്പൊ അതിന്റെ ഹാഫ് എടുക്കുന്നു. 60 degree by 2 is equal to 30 degree. In triangle AOB, angle OAB is equal to angle OBA is equal to 180 degree minus 120 by 2 is equal to 60 by 2. തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായതുകൊണ്ട് അപ്പൊ ഇത് 30 കിട്ടി. ഈ കോണ് 30 കിട്ടി നമുക്ക്. ഇത് 30 കിട്ടിയില്ലേ? അപ്പൊ അതാ എ എന്ന കോണ് 60 കിട്ടല്ലോ. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഇതിൽ വേറെ ഈ വെട്ടക്സിൽ വേറെ ആംഗിൾ ഉണ്ട്. ആംഗിൾ ഏത് പറയണം? സി എ ബി എന്ന് പറയണം. 60, പിന്നെ ഇത് 30, ഇത് മൊത്തം ഇത് 60, ഇത് 60. അപ്പൊ ഇത് തീർച്ചയായും 60 ആയിരിക്കല്ലോ, 60 ആയിരിക്കല്ലോ. കാരണം സമഭുജ ത്രികോണത്തിലെ എല്ലാ കോണും ഓരോ കോണും 60 ഡിഗ്രി അല്ലേ, മൊത്തം 180 ആണല്ലോ. അതുകൊണ്ട് കോൺ BAC is equal to 30 degree plus 30 degree is equal to 60 degree. 30 degree plus 30 degree is equal to 60 degree. Angle ACB 60 നമ്മൾ നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ആംഗിൾ ഈ എ ബി സി എന്ന ട്രയാംഗിൾ ഈ ആംഗിൾ 60, ഈ ആംഗിൾ 60, അപ്പോൾ രണ്ടുകൂടി 120, അപ്പോൾ തീർച്ചയായിട്ടും എത്ര തന്നെയാണ്? 60 ആണ്. Therefore angle ABC is equal to 60 ഡിഗ്രി, 60 ഡിഗ്രി. അപ്പൊ കോണുകൾ 60 ഡിഗ്രി വീതമായതിനാൽ ത്രികോണം എ ബി സി എന്താണ്? സമഭുജ ത്രികോണമാണ്. അപ്പൊ ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. PQ and RS are two mutually perpendicular chords. Angle QPR is equal to 50 degree. Find angle PQS. അതായത് PQ, RS ഇവ പരസ്പരം ലംബങ്ങളായ രണ്ട് ഞാണുകളാണ്. കോൺ QPR 50 ഡിഗ്രി ആയാൽ കോൺ PQS ഈ കോൺ എത്ര എന്നാണ് ഇവിടെ കാണാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും പരസ്പരം ലംബങ്ങളായ ഞാണുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മ്യൂച്വലി പെർപെൻഡിക്കുലർ കോൺസ്. ലംബമാകുമ്പോൾ ഈ ആംഗിൾ 90 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഈ ആംഗിൾ കണ്ടെത്തുക. ഈ ആംഗിൾ നമുക്കറിയാം, ഇൻ എ ട്രയാംഗിൾ സം ഓഫ് 3 angles ഈസ് 180 ഡിഗ്രി. അതായത് ഒരു ത്രികോണത്തിൽ 3 കോണുകളുടെയും തുക 180 ഡിഗ്രി ആണല്ലോ. അപ്പൊ അത് 50, ഇത് 90 നമുക്കറിയാം. പരസ്പരം ലംബങ്ങളായ ഞാണുകളാണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ കോൺസ്. അപ്പൊ നമ്മൾ ആദ്യം ഇത് കാണുക, PRS കാണുക. അപ്പൊ കോൺ PRS സമം 90 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി സമം 40 ഡിഗ്രി. ഇത് 40 ഡിഗ്രി എന്ന് കിട്ടി. അതായത് രണ്ടും പരസ്പരം ലംബങ്ങളായ ഞാണുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മ്യൂച്വലി പെർപെൻഡിക്കുലർ കോൺസ് ആയതുകൊണ്ടാണെന്ന് ഈ ആംഗിൾ നമുക്ക് എന്ത് കിട്ടിയത്? 40 കിട്ടിയത്. 90 ആണ്, അത് 40 കിട്ടി. ഇത് 90, 140, 40 കിട്ടി. അല്ലാതെ ഇത് 90 ആകുമ്പോൾ ഇത് രണ്ടും കൂടി 90. അപ്പൊ ഇത് കാണാൻ 90 മൈനസ് 50 40 ഡിഗ്രി. ഓക്കെ, നമ്മൾ കാണാൻ ആവശ്യപ്പെട്ട ഈ ആംഗിൾ അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇത് കോൺ PRS ഉം
കോൺ പി ക്യു എസും ഈ പി ക്യു എന്ന ചാപം അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളാ. നമ്മളൊരു ചാപം മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ് അല്ലേ? ചാപം മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്. ഓൾ ആംഗിൾസ് ഇൻ ദി ഓൾട്ടർനേറ്റ് ആർക്സ് ആർ ഈക്വൽ. അപ്പൊ ഇത് 40 ആകുമ്പോൾ ഇത് 40 തന്നെ. അപ്പോൾ കോൺ പി ആർ എസ് സമം കോൺ പി ക്യു എസ് സമം 40 ഡിഗ്രി. അപ്പോൾ ഇത് 40 ഡിഗ്രി ആണ് കാണാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ നന്ദി.